നമസ്കാരം. കേരള നവോത്ഥാന നായകരിൽ ഇന്ന് ശ്രീ മന്നത്ത് പത്മനാഭൻ. ആരായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ? നമുക്ക് നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായ ശ്രീ മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 കോട്ടയത്തെ പെരുന്ന എന്ന സ്ഥലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതി അമ്മയുടെയും മകനായി പിറന്നു. ഒരു അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന പെരുന്നയിൽ സ്ഥാപിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണിത്. NSSന്റെ ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. ഈ പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായർ. എന്നാൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമപിള്ള. NSSന്റെ മുഖപത്രം സർവീസസ്. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു. കേരളീയ നായർ സമാജം 1907 സ്ഥാപിച്ചതും മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹം നയിച്ച സമരങ്ങളിലൂടെ 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. വിമോചന സമര കാലഘട്ടത്തിൽ നടന്ന ജീവശിഖ ജാഥ നയിച്ചതും ഇദ്ദേഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന സവർണ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗം 1947 മുതുകുളം പ്രസംഗം. ലഭിച്ച പുരസ്കാരങ്ങൾ: 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ചു. സർദാർ KM പണിക്കർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നാണ്. 1966 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. കൃതികൾ: പഞ്ചകല്യാണി നിരൂപണം, ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ. അദ്ദേഹം അന്തരിച്ചത് 1970 ഫെബ്രുവരി 25. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.